ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർക്കിടയിൽ അല്പം ആശങ്ക പടർത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത്. 2026 ആഗോള സാമ്പത്തിക തകർച്ചയും അന്താരാഷ്ട്ര സംഘർഷങ്ങളും ഉൾപ്പെടെ ഭയാനകമായ സംഭവങ്ങളാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ലോകത്തെ ആശങ്കയിലാക്കി വീണ്ടും ഒരു യുദ്ധം. ഇറാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ വാർത്തകൾ ഞെട്ടിക്കുന്ന ഭാവിയുടെ പ്രവചനങ്ങളും ശരിവെക്കുന്നതാണ്. അച്ചട്ടായി ബാബ വാങ്കിയുടെ ആ പ്രവചനം. ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾക്ക് എന്നും ശ്രദ്ധ നേടാറുണ്ട്. ബാബ പ്രവചിച്ചു 2026 കലികാലമെന്ന്. യുദ്ധവും അന്യഗ്രഹ ജീവികളും ഈ ഭൂമിയിൽ വിലസും, സ്വർണം കുതിച്ചേക്കും, അങ്ങനെ തുടങ്ങി എല്ലാം ആശങ്കയുടെ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയത്. ഇപ്പോഴിതാ ലോക പ്രശസ്തിയായ ബാബയുടെ 2026 സംബന്ധിച്ചുള്ള പ്രവചനം വലിയ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 2026 അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ബാബ പ്രവചിച്ചതായി പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ, റഷ്യ US പിരിമുറുക്കങ്ങൾ, ചൈന തായ്വാൻ തർക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവചനം ആശങ്കപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം എന്ന് വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും ആഗോള തർക്കങ്ങൾ എന്ന മുന്നറിയിപ്പ് ആശങ്ക വർദ്ധിക്കുന്നു. ഇപ്പോഴിതാ ആ പ്രവചനങ്ങളെല്ലാം വിശ്വസിക്കുന്നവർക്കിടയിൽ അല്പം ആശങ്ക പടർത്തുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 2026 ആഗോള സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം ഇറാനിൽ ആക്രമണം നടത്തിയ ഇസ്രയേൽ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഇത് ഭാവിയുടെ പ്രവചനങ്ങൾ 100% ശരിവെക്കുന്നത് തന്നെ. ലോകത്തെ ഞെട്ടിച്ചു തന്നെയായിരുന്നു ഇസ്രയേലിന്റെ നീക്കം. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാക്കി ഇറാനെ ഇസ്രയേൽ ആക്രമിക്കുന്നതാണ് കണ്ടത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിതമായി ആക്രമണം നടത്തുന്നതാണ് കണ്ടത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ടത്. കരയിൽ നിന്നും കടലിൽ നിന്നുമാണ് ആക്രമണമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു. ഇത് കൂടുതൽ ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നോക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൃത്യമായ ആസൂത്രണത്തിലായിരുന്നു ഈ ആക്രമണം. ഗൾഫ് മേഖലയിലെ എല്ലാ US ഇസ്രയേൽ ആസ്തികളും ലക്ഷ്യമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട്. പിന്നാലെ ബഹ്റൈനിലും കുവൈറ്റിലും സ്ഫോടനം നടക്കുന്നു. അമേരിക്കൻ ഇസ്രയേൽ ഇടപെടൽ ഗൾഫ് നാടുകളെ യുദ്ധക്കളമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുകയാണ്. ഇതിനിടയിൽ ഇറാനിൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഞെട്ടിക്കുന്നു. അപ്പോഴാണ് ബാബ വാങ്കിയുടെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ചർച്ചയാകുന്നത്. 2026 മാർച്ചിലെത്തുമ്പോഴേക്കും ഈ പ്രവചനങ്ങൾ കൂടുതൽ ശ്രദ്ധ നേടുന്നു. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും, ആഗോള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. പുതുവർഷത്തിൽ അന്യഗ്രഹ ജീവികളായി നേരിട്ട് സമ്പർക്കം പുലർത്തുമെന്നും പ്രവചനങ്ങളുണ്ട്. കൂടാതെ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണ പശ്ചാത്തലം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള യാത്രയാണോ എന്നും ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവിലയും കുതിച്ചുയരുകയാണ്. സ്വർണ്ണവിലയും വലിയ തരത്തിൽ കുതിച്ചുയരുമെന്ന് ബാബയുടെ പ്രവചനമുണ്ടായിരുന്നു. ഇറാനുമേൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ അന്താരാഷ്ട്ര വിപണികൾ ആശങ്കയിൽ അമർന്നിരിക്കുകയാണ്. ഓഹരി വിപണിയും എണ്ണ വിപണിയും ഒപ്പം സ്വർണ്ണ വിപണിയിലും വലിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെ ഈ സംഘർഷങ്ങൾ കൊണ്ട് വരുമെന്ന് ഉറപ്പാണ്. സ്വർണ്ണവില ഇതിനകം തന്നെ റെക്കോർഡ് കുതിപ്പാണ് നടത്തുന്നത്. അതിനിടെയാണ് യുദ്ധഭീതിയും പരക്കുന്നത്. ഇപ്പോൾ വില ഇനിയും മുകളിലേക്ക് ഉയരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.